ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനിപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതിനൊക്കെ വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഇതൊരു 10 കാടമുട്ടയോളമുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതിനനുസരിച്ചാണ് ഞാനിവിടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി 1 കപ്പ്, അതുപോലെ ഒരു 1/4 കപ്പോളാണ് ഞാൻ റവ എടുത്തിട്ടുള്ളത്. റവ വല്ലാതെ കൂടി പോവരുത്, കാരണം ഭയങ്കര കട്ടിയായിരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇതിപ്പോൾ ഒരു സവാളേൻ്റെ ഹാഫ് പോർഷൻ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്ര മതിയാവും. ഇത് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ടും എടുക്കാം. ഒരു 2 ചെറിയ പച്ചമുളക് ഇതിലേക്ക് എരിവിനനുസരിച്ച് മതി. അതുപോലെ ഇതിപ്പോൾ ചിക്കൻ മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് മസാല വേണമെങ്കിലും എടുക്കാം. ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി, അതൊരു ചെറിയൊരു കളറിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് വെള്ളമുണ്ട്. നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഈ ഒരു കപ്പിൻ്റെ അളവിനനുസരിച്ചാണ് ഞാൻ മെഷർമെൻ്റ് എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഒരു കപ്പാണ് യൂസ് ചെയ്യൽ. ഇനി നമുക്ക് നമ്മുടെ മിക്സ് ഉണ്ടാക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് അരിപ്പൊടി, റവ, ഇനി അതിലേക്ക് സവാള, അതിന് മുൻപ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് വേണമെങ്കിൽ എടുത്താൽ മതി. ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അതിലേക്ക് സവാള, മുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് എടുത്തത് ഇനി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ഉപ്പ് നമുക്ക് ഫസ്റ്റിലേ ആഡ് ചെയ്താൽ മതി. ഞാൻ ഒന്ന് മറന്നതാണ്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിലോട്ട് ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബീഫ് മസാല അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ചിക്കൻ മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് അല്പമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കണം. വെള്ളം പാകത്തിന് മാത്രം ഒഴിച്ചാൽ മതി, ലൂസ് ആവരുത്. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അധികം കട്ടിയായി പോവരുത്. നമുക്ക് ഇങ്ങനെയൊന്ന് ഉരുട്ടിയെടുക്കാൻ മാത്രം ഒരു ലൂസായി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് എടുത്ത് നമുക്കൊന്ന് റോളാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തിങ്ങാണ്ട് നമുക്കിതിലോട്ട്
കാടമുട്ട വെച്ച് കൊടുത്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ മാവ് കുറച്ച് കട്ടിയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് വെള്ളം ചേർത്തുകൊണ്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഈ എല്ലാ റോൾസും ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ റവയും അരിപ്പൊടിയും ചേർത്ത് മിക്സ് ഉണ്ടാക്കുമ്പോൾ അത് അധികം കട്ടിയായി പോവരുത്, കുറച്ച് ലൂസായി നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് ഹാർഡായി പോവും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് എണ്ണ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് ചൂടായ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റോൾസ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതൊന്ന് സിം മോഡിലിട്ടുകൊണ്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അതിൻ്റെ കളർ പെട്ടെന്ന് തന്നെ മാറും, അധികം വേവില്ല. ഉള്ളു വേവാതെ ഇരിക്കും, അതുകൊണ്ടാണ് ഒന്ന് സിം മോഡിലിട്ടുകൊണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതുപോലെ ഒരു കളറാവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഇതെടുക്കാവുന്നതാണ്. എല്ലാതും ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റുമാണ്, കാണുന്ന പോലെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്